രാത്രി 5 മണി 6 മണിക്കാ പറ്റാവൂലേ? മുതപ്പൊക്കെ വണ്ടിയിൽ വേറെ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ നിസ്സ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിസ്സയിലേക്കായിട്ടല്ല പോയത്, വേറൊരു സ്ഥലത്തേക്കാണ് പോയത്. അപ്പോൾ നിസ്സ കണ്ടപ്പോൾ കയറിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ശരിക്കും ഞങ്ങൾ പോയ സ്ഥലം. ജബൽ ഹത്ത് എന്ന് പറഞ്ഞൊരു മൗണ്ടെയിൻ ആണത്. ഇപ്പോൾ ഒമാനിൽ നല്ലൊരു ക്ലൈമറ്റാണ്, നല്ല ചൂടൊന്നും ഇല്ലാത്തൊരു ക്ലൈമറ്റാണ്. അപ്പോൾ ആ ക്ലൈമറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. ഞങ്ങൾക്ക് അറിയാമായിരുന്നു കുറച്ച് തണുപ്പൊക്കെ ഉള്ള ഏരിയ ആണെന്ന്, പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വീഡിയോയിൽ ഞാൻ ജബൽ ഹത്ത് എത്തുന്ന വരെയുള്ള കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഇടുന്നുണ്ട് ഞാനത്. കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ പോകുന്ന വഴി ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഡിസംബർ മന്ത് അങ്ങനെയാണല്ലോ, നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും. 1.4 എഞ്ചിൻ കപ്പാസിറ്റി ഉള്ളൊരു കാറായിരുന്നു ഞങ്ങളുടെ. അത് സിമ്പിളായിട്ട് പോയിട്ട് വന്നു. അപ്പോൾ പറ്റുന്നവരാണെങ്കിൽ പോയി കാണാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ മുകളിലേക്ക് പോകും തോറും നമുക്ക് കാറിൻ്റെ വിൻഡോ ഒന്നും നമുക്ക് തുറക്കാൻ പറ്റില്ല, അത്രയ്ക്കും തണുടിച്ചിട്ട് അത്രയും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അവിടെ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബ്യൂട്ടിയൊന്നും ഫോണിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും അതുപോലെ ക്ലൈമറ്റും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒമാൻ എന്ന് പറയുന്നത് ഫുള്ള് മൗണ്ടെയ്ൻസും വ്യൂ പോയിൻറ്റ്സും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ജബൽ അക്തർ, ജബൽ ഷംസ്, ജബൽ ഹത്ത്, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാനായിട്ട്. ജബൽ ഹത്തിലേക്ക് പോകാനായിട്ട് സാധാരണ നമ്മുടെ സഡാൻ വെച്ചിട്ട് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. വലിയ കുന്നുകളോ അങ്ങനത്തെ ഒന്നും കയറി പോകേണ്ട ആവശ്യമില്ല. ഉണ്ട്, എന്നാലും നമുക്ക് 1.4 എഞ്ചിൻ കപ്പാസിറ്റി ഉള്ളൊരു വണ്ടിയാണ് ഞങ്ങളുടെ ആയിരുന്നത്. അത് സിമ്പിളായിട്ട് കയറിപ്പോയി. അപ്പോൾ അങ്ങനെ വലിയ വണ്ടി 4 വീൽ ഡ്രൈവ് വേണമെന്നൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ജബൽ അക്തർ, ജബൽ ഷംസ് ഒക്കെ അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ജബൽ ഹത്ത് എത്തി ഇറങ്ങി നോക്കിയപ്പോൾ എന്താ പറയുക, നമ്മളിങ്ങനെ സീനറികൾ കാണില്ലേ, വരച്ച സീനറികൾ, അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ എങ്ങനെയുണ്ടാവും അതേപോലെ ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. നല്ല വെയിലും അതുപോലെ തന്നെ നല്ല തണുവും എല്ലാം ഉണ്ടായിരുന്നു. ഒരു മിക്സ്ഡ് ഇമോഷനായിരുന്നു. അപ്പോൾ ഞാൻ ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ. എനിക്കറിയായിരുന്നു ഇവിടെ 7 ഡിഗ്രി വരെ പോകും എന്നൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, വെതറൊക്കെ നോക്കി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടായില്ല. ഞാനത് ഇട്ടോടുകൂടി ഞാൻ സെറ്റായി. ബാക്കിയുള്ളവർ സെറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു പുതപ്പ് മാത്രമേ എടുത്തിട്ടുണ്ടായുള്ളൂ. അത് പക്ഷേ നമുക്ക് അതുകൊണ്ട് നിൽക്കില്ല, ഭയങ്കര തണവായിരിക്കും ആ സമയത്ത്. 7 ഡിഗ്രി ആണെങ്കിലും നമുക്കതിൻ്റെ താഴെയൊക്കെ തോന്നും. ഇല്ല, ഇത് പാറല്ലേ. നല്ല തണുപ്പുണ്ട്, നല്ല വെയിലുണ്ട്.
ഓടിയാണ്. എൻ്റെ ഫ്രണ്ട് കണ്ട പുതപ്പൊക്കെ ഉറച്ച് വരുന്നത്, അത് നമ്മൾ ആ സമയത്ത് അതൊന്നും നോക്കില്ല, എങ്ങനെയെങ്കിലും അയ്യോ തടവ്, അങ്ങനത്തെ ഒരു ഫീലായിരിക്കും നമുക്ക്. പിന്നെ അവിടെ നിന്നിട്ട് ആ സൺസെറ്റ് അതും പറയാതിരിക്കാൻ വയ്യ. അടിപൊളി വ്യൂ ആണ്. സൂര്യൻ ഇങ്ങനെ ചുവന്നിരിക്കുകയായിരുന്നു. ഫോട്ടോസിലൊക്കെ നല്ല ഭംഗിയുണ്ട് സൂര്യനെ കാണാൻ. നല്ല ചുവന്നിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ രാത്രിയായപ്പോൾ താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.